ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പോയാൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഫ്ളാറ്റിൽ നിന്ന് 90 കിലോയിലധികം സ്വർണവും 2 കോടി രൂപയും പിടികൂടി. ഗാന്ധിനഗർ സ്വദേശിയുടെ പേരിലാണ് അപ്പാർട്ട്മെന്റ്. ഇത് ഇയാൾ വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചെയ്യുന്നത്. ശ്രീനാഥ്, ഈ സ്റ്റോക്ക് ട്രേഡിംഗും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു അച്ഛനും മകനും ഒക്കെയാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇത്രയധികം അളവുണ്ടായിരുന്നത് കൊണ്ട് ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ രാത്രി വൈകിയ വേളയിലും ഈ അന്വേഷണ സംഘം പാടുപെടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം? തീർച്ചയായും കൃഷിനെ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 3 മണിയോടെയാണ് ഈ റെയ്ഡ് തുടങ്ങുന്നത്. മഹാരാഷ്ട്രയിലെ ഗുജറാത്തിലെ ATS തീവ്രവാദ വിരുദ്ധ സേനയും DRIയും സംയുക്തമായാണ് ഈ റെയ്ഡ് നടത്തുന്നത്. അഹമ്മദാബാദിലെ പാൽഡിയിലുള്ള അവിഷ്കർ എന്നൊരു അപ്പാർട്ട്മെന്റ് ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ്. ഇതിലെ 104 നമ്പർ മുറിയിൽ നിന്നാണ് ഈ തരത്തിൽ വലിയ തോതിൽ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ 2 കോടി രൂപയും ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കള്ളക്കടത്ത് സ്വർണമാണ് ഇത്തരത്തിൽ വൻതോതിൽ സംഭരിച്ചത് എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള സൂചനകൾ. അത്തരത്തിലുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഈ മേഘ് ഷാ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ താമസിച്ചിരുന്നത്. അയാൾ ഗാന്ധിനഗർ സ്വദേശിയിൽ നിന്ന് വാടകയ്ക്ക് വാങ്ങിയതാണ് ഈ ഫ്ളാറ്റ്. ഇയാളുടെ സഹോദരി 103 നമ്പർ മുറിയിലും ഉണ്ടായിരുന്നു. ആദ്യം പരിശോധന നടത്തിയത് സഹോദരിയുടെ മുറിയിലായിരുന്നു. അവിടെ നിന്നും ചിലത് കണ്ടെത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ മേഘയുടെ മുറിയിലേക്ക് 104 നമ്പർ മുറിയിലേക്ക് എത്തുന്നത്. ഓരോ മണിക്കൂർ കഴിയും തോറും ഈ റെയ്ഡ് മുന്നോട്ട് പോകും തോറും കിട്ടുന്ന സ്വർണത്തിന്റെ അളവ് വലിയ തോതിൽ കൂടി വന്നു. ആദ്യം 70 ലക്ഷം രൂപയാണ് കണ്ടെത്തിയത് എന്നതാണ് മനസ്സിലാക്കിയത്. പിന്നീട് രാത്രിയോടെ കണ്ടെത്തിയ പണം തിട്ടപ്പെടുത്തുമ്പോഴേക്കും അത് 2 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സ്വർണത്തിന്റെ കണക്ക് DRI ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 95.5 കിലോ സ്വർണം ഇതിനോടകം കണ്ടെടുത്തു എന്നതാണ്. അപ്പോൾ 1 കിലോ സ്വർണത്തിന്റെ വില നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അനവധി കോടി രൂപ വില വരുന്ന സ്വർണമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഏതായാലും ഇതേക്കുറിച്ച് തുടർ അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഒരു വലിയ മാഫിയ ഇതിന് പുറകിലുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് തീവ്രവാദ വിരുദ്ധ സേനയടക്കം ഈ കേസിലേക്ക് ഇൻവോൾവ് ആവുന്നതും. ഏതായാലും അന്വേഷണം നടക്കുന്നു. ഈ 2 പേരെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ശ്രീനാഥ, ഇവരുടെ ബിസിനസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഇവരെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാണ് സൂചനകളുള്ളത്. അതെ, ഈ അച്ഛനും മകനും തന്നെ, ഈ മേഘയും അദ്ദേഹത്തിന്റെ അച്ഛനും അവിടെ ഈ ഓഹരി വിപണിയിൽ വലിയ തോതിൽ പണം നിക്ഷേപിക്കുകയും അവർ സ്ഥിരമായി ട്രേഡിംഗ് നടത്തുന്ന ആളുകളുമാണ്. അതാണ് അവരുടെ ഉപജീവന മാർഗവും. പക്ഷേ ഇത്തരത്തിൽ വലിയ തോതിൽ സ്വർണമായി അത് സംഭരിച്ചു വെക്കുന്ന സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഒരു കള്ളക്കടത്ത് സ്വർണമാകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും DRIയും ATSും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 അന്വേഷണ ഏജൻസികൾ ഇതിൽ അന്വേഷണത്തെ മുന്നോട്ട് വരികയും അവർക്ക് ആ തരത്തിൽ ലഭിച്ച വിവരമാണ് ഈ റെയ്ഡിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും പ്രാഥമികമായുള്ള വിവരം ഇവർക്ക് ഇന്ത്യക്കകത്ത് നിന്ന് ഇവർക്കുണ്ടായ ലാഭ കണക്ക് കൊണ്ടോ പണം കൊണ്ടോ വാങ്ങിച്ചു കൂട്ടിയതാവാനുള്ള സാധ്യത ഇപ്പോഴില്ല. അതുകൊണ്ട് വിദേശത്ത് നിന്ന് ഈ രഹസ്യ വഴി അനധികൃതമായി നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് എത്തിക്കുകയും അതിനൊരു ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. വിദേശത്ത് നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സ്വർണമാണോ ഇതാണെന്നാണ് അന്വേഷിക്കുന്നത്.